ഈ രാജ്യത്ത് ഏറ്റവും സമ്പന്നമായ പാർട്ടി ഏതാണെന്നറിയാമോ? അതാണ് BJP. അവർക്ക് കഴിഞ്ഞ വർഷം ഇവിടുത്തെ കോർപ്പറേറ്റ് കുത്തകകളിൽ നിന്ന് ലഭിച്ച സംഭാവന എത്രയാണെന്നറിയാമോ? 5717 കോടി രൂപ. എന്നിട്ട് അവർ പറയുന്നു സീറോ ടോളറൻസ് ടു കറപ്ഷൻ. ആഹാ, എത്ര മനോഹരമായ വാചകമല്ലേ! അഴിമതിയോട് ഒരു വിട്ടുവീഴ്ചയ്ക്ക് മോദി സർക്കാർ തയ്യാറല്ലത്രേ. ഒരാരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്ത വിധം അഴിമതിരഹിതമാണത്രേ മോദി സർക്കാർ. പിടിക്കപ്പെടുന്നില്ല എന്നതാണോ അഴിമതി ഇല്ല എന്നതിൻ്റെ തെളിവ്? തെളിവില്ല എന്നത് അഴിമതിയില്ല എന്ന് സ്ഥാപിക്കുന്നില്ല. പണിയറിയാവുന്ന കള്ളന്മാർ തെളിവുകൾ അവശേഷിപ്പിക്കാറില്ല. വിവരങ്ങളെ യുക്തിപൂർവം പരിശോധിച്ചാൽ അഴിമതി സംശയരഹിതമായി തെളിയിക്കാൻ കഴിയും. എന്തിനാണ് മുതലാളിമാർ BJPക്ക് വാരിക്കോരി കൊടുക്കുന്നത്? രാജ്യത്തിൻ്റെ ഖജനാവിലെ കണക്കറ്റ പണവും പ്രകൃതി വിഭവങ്ങളും സർക്കാർ ആസ്തികളും മുതലാളിമാർക്ക് ദാനം നൽകുന്നതിന് പ്രത്യുപകാരമായാണ് ഈ ഭീമമായ സംഭാവന. രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിഭീമമായ അഴിമതിയാണ് ഈ ചങ്ങാത്ത മുതലാളിത്തം. ഒരു ഉദാഹരണം പറയാം. 2022 രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന എയർ ഇന്ത്യ അത് ടാറ്റ ഗ്രൂപ്പിന് വിറ്റു. ഭൂമി ഒഴികെയുള്ള എയർ ഇന്ത്യയുടെ ആകെ ആസ്തിയുടെ വില 30,282 കോടി രൂപയായിരുന്നു. 141 വിമാനങ്ങളും 7000 ലാൻഡിംഗ് സ്യൂട്ടുകളും ഉൾപ്പെടെയുള്ളവ വിറ്റതുവഴി കേന്ദ്ര സർക്കാരിന് പണമായി ലഭിച്ചത് വെറും 2700 കോടി രൂപ മാത്രം. എയർ ഇന്ത്യയുടെ അവശേഷിച്ച 46,272 കോടി രൂപയുടെ ബാധ്യതയും കേന്ദ്ര സർക്കാർ ഏറ്റെടുത്തു. അങ്ങനെ ഏതാണ്ട് 2,00,000 കോടിയിലേറെ രൂപയുടെ അതിഭീമമായ ലാഭം ടാറ്റ ഗ്രൂപ്പിന് ലഭിച്ചു. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. 2024-25 വർഷത്തിൽ ടാറ്റ ഗ്രൂപ്പ് BJPക്ക് രേഖപ്രകാരം നൽകിയ സംഭാവന 757.6 കോടി രൂപയാണ്. ഇത് BJPയുടെ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രം. ഇനിയുമുണ്ടേറെ ഉദാഹരണങ്ങൾ. ഇനി നിങ്ങൾ ചിന്തിക്കൂ.